പേട്രിയറ്റ് വലിയ താരങ്ങൾ ഒന്നിക്കുന്നു എന്ന ചിത്രത്തെക്കാൾ ഉപരി പ്ലോട്ട് ഡ്രിവൺ സബ്ജക്റ്റാണെന്ന് സംവിധായകൻ മഹേഷ് നാരായണൻ. സിനിമയുടെ കഥാപരിസരം ആവശ്യപ്പെടുന്ന താരങ്ങളാണ് ചിത്രത്തിലുള്ളത്. താരങ്ങളെ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസമാണ് തനിക്കുള്ളതെന്നും സംവിധായകൻ മഹേഷ് നാരായണൻ പ്രതികരിച്ചു. ടെക്നിക്കലി സ്കിൽഡായ ഒരു ഡയറക്ടർ ഒരു ബ്രഹ്മാണ്ഡ പ്രൊജക്റ്റുമായിട്ട് നമ്മൾ മലയാളികൾക്ക് ഒരു വിരുന്നായി വരികയാണ് പേട്രിയറ്റ്. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ഫഹദുണ്ട്, കുഞ്ചാക്കോയുണ്ട്, നയൻതാരയുണ്ട്, ഒപ്പം ഗംഭീരമായൊരു ഡയറക്ടറുണ്ട്. സ്വാഭാവികമായിട്ടും വലിയൊരു വിഷനോട് കൂടി എത്തുന്ന സിനിമ. താങ്കളുടെ മുൻ സിനിമകൾ കണ്ട ഒരു പരിചയത്തിൽ പ്രത്യേകിച്ച് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്താൽ വലിയൊരു ക്യാൻവാസിലേക്ക് സിനിമ മാറുകയാണ്. സിനിമയുടെ അവസാന ഘട്ടത്തിൽ വളരെ പ്രതീക്ഷയോടെ നിൽക്കണം. എല്ലാ വർക്കുകളും നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചൊരു സിനിമ ആണോ? നമ്മൾക്ക് ഒരു ലാസ്റ്റ് നമുക്ക് കയ്യിൽ എത്തിയത് താങ്കൾ ആദ്യം മനസ്സിൽ കണ്ടൊരു സിനിമ തന്നെയാണോ? ഞാനെപ്പോഴും എൻ്റെ ടെക്നീഷ്യൻസിനോടും ആക്ടേഴ്സിനോടും ഒക്കെ പറയുന്നൊരു എൻ്റെ മനസ്സിലുള്ളൊരു സിനിമ പറയുമല്ലോ. അപ്പോൾ ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് ആയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടിരിക്കുന്നതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. കാരണം നേരത്തെ മാലിക്ക് അല്ലെങ്കിൽ അതുപോലെ കോവിഡ് സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് ഫിലിം പല പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അപ്പം ഇതിനകത്ത് ആദ്യം വന്നത് ഈ സിനിമ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടി വരുന്നത്? അതായത് ഇതിൻ്റെ ഇത്രയും ആക്ടേഴ്സ് അഭിനയിക്കുന്നുകൊണ്ടാണോ? അത് വലിയ ബജറ്റിൽ ഇതിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന എലമെൻ്റ് എന്താണ്? ഇതൊരു പ്ലോട്ട് ഡ്രിവൺ സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു താരങ്ങളെ ആയിട്ടല്ല ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം മമ്മൂക്കയായാലും ലാൽ സാറായാലും ഫഹദായാലും എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്കൊന്ന് കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടൊരു കഥ പറയുന്നൊരു വിഷയമാണ് എൻ്റെ സിനിമകൾ പോലെ തന്നെ. അപ്പോൾ അതിനകത്ത് സ്കെയിൽ ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. ഈ പടത്തിനകത്ത് കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു സിനിമയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവരെയൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്ത്? ഇവരെ അഭിനയിപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷേ കൺവിൻസ് ചെയ്യാനെടുത്തൊരു കഥയുടെ ഏത് എലമെൻറ്റിലാണ് ഒരു ഹുക്കായത്? നമുക്ക് ശരിക്കും എങ്ങനെയായിരുന്നു അതിനകത്തൊരു അല്ല, അതെല്ലാം ഈ സിനിമ കണ്ട് ഡിസൈഡ് ചെയ്യേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കഥ പറയുന്നു. അപ്പോൾ ആ കഥ എല്ലാവരോടും ഒരേപോലെ നറേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷമാണ് ആക്ടേഴ്സ് എല്ലാം വരുന്നത്. പേട്രിയറ്റിനെ നോക്കുമ്പോൾ നമുക്കതിനകത്ത് പെരിസ്കോപ്പ്, ശക്തി സൊല്യൂഷൻസ്, അങ്ങനെ പുതിയ വ്ളോഗ്, പുതിയ കാലത്തിൻ്റെ കുറേ ടേമുകൾ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രാജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇതുള്ള സംഭവങ്ങളെന്നാണ്? ഈ കഥയുടെ ഒരു പോക്ക് എങ്ങോട്ടാണ്? ഡാനിയൽ ജെയിംസിൻ്റെ യാത്ര രാജ്യത്തെ രക്ഷിക്കാനാണോ? അത് സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. സിനിമ ഇപ്പം ബാക്കി ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആളുകളത് മനസ്സിലാക്കുമെന്നാണ് എനിക്ക്. താങ്കളുടെ മറ്റ് സിനിമകളും സി യു സൂൺ, മാലിക്ക, ടേക്ക് ഓഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ സിനിമയുടെ ഒരു സ്പേസ് എവിടെയാണ് അറിയപ്പെടുന്നത്? അതിൽ നിന്ന് ഒരുപാട് ദൂരം താങ്കൾ ടെക്നിക്കലി ഒന്നുകൂടെ അപ്ലിഫ്റ്റായി അല്ലെങ്കിൽ അത്രയും ഒരു കുറേ കൂടി മെച്ചപ്പെട്ടൊരു സമീപനം സ്വീകരിക്കാൻ ഈ സിനിമയ്ക്ക് അത് സാധിച്ചിട്ടുണ്ടോ? ഓരോ സിനിമകൾക്കും ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ പോലെ ആയിരിക്കും മുമ്പ് ചെയ്ത പോലെ ആവരുത് അടുത്ത സിനിമ എന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. സിനിമകളുടെ വിഷയം കുറച്ചുകൂടെ കറണ്ടായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് സിനിമ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്ലോട്ട് ഡ്രിവൺ പടമാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാൻ. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുമിപ്പിക്കുകയാണ്. മലയാളികൾ അതാണ് കാത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ അടുത്ത് വളരെ സബ്മിസീവായിട്ടാണ് എല്ലാവരും. അപ്പം സിനിമ കഥ ഇഷ്ടപ്പെട്ടാണ് അവർ രണ്ടുപേരും വന്നിരിക്കുന്നത്. രണ്ടുപേരും എന്നല്ല, എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ഞാൻ അവർക്ക് സിനിമയിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ആ സ്പേസ് ഉള്ളതുകൊണ്ടാണ് ആ സിനിമ അവർ ചൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും മഹേഷ് നാരായണൻ ഒരല്പം തിരക്കിലാണ്. കാരണം വെച്ചാൽ സിനിമയുടെ അവസാനവട്ട കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത്രയും വലിയ താരങ്ങൾ ഒരുമിക്കുന്നു. അത് പുതിയ പ്രതിഭാതനായൊരു ഡയറക്ടറുടെ ഉള്ളിൽ അവരുടെ പഴയ കാര്യങ്ങളും പരിചയസമ്പന്നതയും പുതുമയും ഒത്തുചേരുമ്പോൾ കിട്ടുന്നൊരു അത്ഭുതം അത് തന്നെയായിരിക്കും പേട്രിയറ്റ് എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ?